ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കുക. ആണ്ടവർ നൽകിയിരിക്കുന്ന 10 ദിവസത്തിൽ ആണ്ടവരെ നമുക്ക് സ്തുതിക്കാം. ആണ്ടവർക്ക് നമുക്ക് ആണ്ടവരെ നമുക്ക് മഹിഴ്ചയാം കാണാം. അവൻ താൻ നമ്മുടെ ആണ്ടവർ, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വചനത്തിൽ നിന്ന് നമുക്ക് വാസിച്ചിടാം. ഇത് ബൈബിൾ സ്റ്റഡി താൻ ഇന്ന് നമ്മളിപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ പോയിരിക്കുക. കൊലോസ്യ പുസ്തകത്തിലെ ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് 1-ാം അധ്യായം 3-ാം വാക്യം താൻ നമ്മൾ വാസിക്കുന്നത്. അതിന് മുന്നാടി കൊഞ്ചം ബാക്കിലോട്ട് പോയിട്ട് കൊലോസ്യ 1-2 നമ്മൾ വാക്യങ്ങൾ വിസാരിച്ചിട്ട് ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊലോസ്യ ഈ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് പോയിടാം. 3-ാം വാക്യത്തിൽ എന്നെ 1-2 വാക്യത്തിൽ എന്നെ എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് എന്നെ சொல்லுது എന്ന് നമ്മൾ വിസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ തിരിയാൻ പറ്റും. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവന് ക്രിസ്തുയേശുവിൻ്റെ അപ്പോസ്തലൻ, അവന് ആണ്ടവർക്ക് വേണ്ടി അവൻ അപ്പോസ്തലനായത് ക്രിസ്തുവേശുവാൽ, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവാൽ താൻ അവൻ അപ്പോസ്തലനായത്. അവൻ താൻ എന്നെ തിരഞ്ഞെടുത്തത്. അത് മാത്രമല്ല കൂട്ടുവിശ്വാസികളെ അവൻ സഹോദരന്മാരെന്ന് ചൊല്ലുക. തിമോത്തിയോസ് അവൻ്റെ കൂട്ടുവിശ്വാസി. അവൻ മുഖാന്തരം ജനിപ്പിച്ച തിമോത്തിയോസ് എന്ന് നമ്മൾ വേറെ വാസിക്കുന്ന ആ തിമോത്തിയോസിനെ അതിനെപ്പറ്റി പറയുന്നത്. അന്നേരം അങ്ങനെയുള്ള ഈ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് കാണും. പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ വാസിക്കുമ്പോൾ, ഈ കൊലോസ്യ ലേഖനം നമ്മൾ വാസിക്കുമ്പോൾ ഈവൻ 1-ാം പ്രാവശ്യം നമ്മൾ ആദ്യത്തെ തവണ അവന് 2 വർഷത്തെ കാരാഗ്രഹവാസകാലത്ത് എഴുതിയ അവന് 4 ലേഖനങ്ങൾ, ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ അവന് 4 ലേഖനങ്ങൾ എഴുതിയാച്ച്, 4 പുസ്തകങ്ങൾ എഴുതിയാച്ച്, രണ്ടാമത്തേതായിട്ട് എഴുതിയതാണിത്. ഇത് രണ്ടാമത്തെ പക്കം ഇത് എഴുതിയ ബുക്കാണ്. ഇത് അവന് എഴുതിയ പുസ്തകം എന്നാന്ന് ചൊല്ലിയാൽ എഫീസ്യർ, ഫിലോമോന്, ഫിലിപ്പിയർ, കൊലോസ്യർ. ഇത് 4 പുസ്തകമാണ് ഈ ആദ്യം എഴുതിയ ലേഖനത്തിൽ എഴുതിയെന്ന് ഇങ്ങനെ ചൊല്ലുത്. ഈ നമ്മൾ വാസിക്കുമ്പോൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വാസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം, അതായത് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെപ്പറ്റി അവൻ ചൊല്ലുകയാണ്. അതായത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് അവൻ അത് എല്ലാമേ നല്ലപോലെ നമ്മളെല്ലാം പഠിച്ചാച്ച്. രണ്ടാമത്തെ നമ്മൾ ഇങ്ങനെ എഴുതുന്ന കൊലോസ്യ ലേഖനത്തിൽ ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിനെയാണ്. ഇവിടെ തലയായ മറ്റേ ശരീരമെന്ന് ചൊല്ലി ഇപ്പം ചൊല്ലുന്നത് അതായത് ആണ്ടവർ നമ്മുടെ തലയാണ്. അപ്പോൾ ആദ്യത്തേത് ശരീരം നമ്മളെപ്പറ്റി ചൊല്ലിയാച്ച, ഇപ്പം ചൊല്ലിയ തല അതായത് ആണ്ടവർ നമ്മുടെ തലയാണെന്നുള്ളതാണ് ഇങ്ങനത്തെ പ്രധാന മുഖ്യമായ വിഷയം. ഇത് നമ്മൾ വാസിക്കുമ്പോൾ ഏകദേശം 160 കിലോമീറ്റർ സൗത്തിലാണ് ഈ ലൗദോക്യ സഭ ഇരിക്കുന്നത്. ആ സഭയ്ക്ക് അതിനും കൊലോസ്യ സഭ വ്യത്യാസം, ലൗദോക്യ സഭയും കൊലോസ്യ സഭയുമായിട്ട് 160 കിലോമീറ്റർക്ക് ഭേദമിരിക്കുക, അല്ലെ അന്തരമിരിക്കെ. കൊലോസ്യ സഭ അപ്പോസ്തലനായ പൗലോസ് ഒരു വട്ടം പോലും കൊലോസ്യ സഭയിൽ അവന് പോയിട്ടില്ല. അങ്ങ് പോയിട്ടില്ല എന്നാണ് എനിക്ക് ചൊല്ലുന്നത്.
அங்கே நம்ம கொலிசு சபா இது அதை நம்ம பண்ணியது அது எப்பப்ராச എന്ന വ്യക്തിയാണ് കൊലുസ്യ സഭ പണിത്. അത് അതായത് പൗലോസ് മുഖാന്തരം രക്ഷയിലേക്ക് വന്ന എപ്പപ്രാസാണ് ഇത് എഴുതിയത്. അത് നമ്മൾ അത് വാസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1:7 വാക്യത്തിൽ നമുക്ക് പഠിച്ചിടാം. നമ്മൾ വാസിക്കുന്നത് ഈ എപ്പപ്രാസ് പൗലോസ് എഫെസസിലെ വേല പണ്ണുമ്പോൾ 3 വർഷത്തെ സുവിശേഷം പണ്ണുമ്പോൾ അங்கே വെച്ച് ഈ എപ്പപ്രാസ് ആണ്ടവരെ സ്വീകരിച്ചാച്ച് ആ എപ്പപ്രാസാണ് അവിടെ ഈ കൊലൂസ്യയിലെ ഈ സഭ ഉണ്ടാക്കിയത്. അന്നേരം നമുക്ക് ഇതിൽ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് തിരിയും. ഇങ്ങനെ നമ്മൾ ഈ പുസ്തകം നമുക്ക് വാസിക്കുന്നത് പൗലോസ് തന്നെ പുസ്തകം എഴുതിയെന്ന് നമുക്ക് തിരിയും. കാരണം പൗലോസ് ഇങ്ങനെ 1 വാക്യത്തിൽ എന്നെ சொல்லுது, ഞാൻ അപ്പോസ്തലനായ പൗലോസ് താൻ ഇത് എഴുതിയതെന്ന് നമുക്ക് തിരിയും. അത് മാത്രമല്ല വിൽ ഓഫ് അതിൻ്റെ തിമോത്തിയോസ് രണ്ടാമത്തെ കാര്യം അത് അപ്പോലോസ് കൈകൊണ്ട് എഴുതിയെന്ന് നമുക്ക് തിരിഞ്ഞുകൂടാ. എന്നാൽ നമുക്കൊരു കാര്യം തിരിയും, തിമോത്തിയോസിനെ പറ്റി ചൊല്ലിച്ചാൽ തിമോത്തിയോസ് താൻ ഇത് അപ്പോലോസ് எல்லாமே சொல்லி கொடுத்தாச்சு, തിമോത്തിയോസ് അതെല്ലാമേ എഴുതി വെച്ചാച്ച്. അന്നേരം നമുക്ക് രണ്ടാമത്തെ നമ്മൾ വാസിക്കുന്ന 2-ാം വാക്യത്തിൽ ഇത് ആർക്ക് വേണ്ടി എഴുതിയെന്ന് എങ്കിൽ നമ്മൾ വാസിക്കുന്നുണ്ട്. കൊലൂസ്യയിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചാച്ച് അത് കൊലൂസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി താൻ എഴുതുന്നത്. അത് ക്രിസ്തുയേശുവിൽ വിശ്വസ്ത സഹോദരന്മാർക്ക്, അതായത് ആണ്ടവരായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച വിശുദ്ധ സഹോദരന്മാർക്ക് താൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിനായിട്ട് അവൻ சொல்லுது, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നിങ്ങൾക്ക് എൻ്റെ കിടണം നിങ്ങൾ കൃപയും സമാധാനം. അതായത് നമ്മുടെ കൃപയുടെയും സമാധാനത്തിൻ്റെ ഉറവിടം എങ്കേരിക്കെ ആണ്ടോടെ പക്കത്തിൽ. അത് നമ്മൾ വാസിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് പൊടിയും എന്ന് ചൊല്ലിയാൽ ആണ്ടവരായ യേശു ക്രിസ്തു സമാധാനവും കൃപയും, അതായത് ആണ്ടവർ ഇങ്ങനെ പിതാവായ ദൈവം എന്ന് ചൊല്ലിയാലും കൃപയും സമാധാനവും എങ്കേന്ന് കിടക്കും, ആണ്ടവരായ യേശുക്രിസ്തുവിൽ നിന്നും കിട്ടും. പിതാവായ ദൈവത്തെ നമ്മളെ സ്നേഹവാനായ ദൈവം എന്ന് ചൊല്ലുക. അതായത് കൃപയും സമാധാനവും ആരുടെ പക്കത്തു നിന്നും? യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കിടക്കും. എന്നാൽ നമ്മൾ 3-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് എന്നാ പൊടിയുന്നത് നമുക്ക് നോക്കാം. സുവിശേഷത്തിന് സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ഇങ്ങനെ சொல்லுது, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ. അതായത് സുവിശേഷം എന്ന് ചൊല്ലിയാൽ ആണ്ടവരുടെ സത്യവചനമാണ് എന്ന് ഇങ്ങനെ ചൊല്ലിയിരിക്കുക. അന്നേരം ഇങ്ങനെ ചൊല്ലുന്ന സുവിശേഷത്തിൻ്റെ സത്യവചനം, അതായത് ഞങ്ങൾ നിങ്ങളോട് ചൊല്ലിയ സുവിശേഷം അത് എന്നതാണ്? സത്യവചനമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്. നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ട സ്വർഗത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, അത് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിടക്കേണ്ട പ്രത്യാശ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടക്കേണ്ട ഹോപ്പ് മൂലം താൻ ഇത് ഞാൻ എഴുതുന്നത് എന്ന് ചൊല്ലുകയാണ്. നമുക്ക് ഇംഗ്ലീഷിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്, വി ഗീവ് ദി താങ്ക്സ് ടു ഗോഡ്. ഞങ്ങൾ ആണ്ടവർക്ക് ഞങ്ങൾ നന്ദി ചൊല്ലുത്, ഞങ്ങൾ ആണ്ടവർക്ക് സ്തോത്രം ചൊല്ലുത്. എന്തുകൊണ്ട് ചൊല്ലുത്? ആൻഡ് ദ ഫാദർ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അത് പിതാവായ ദൈവത്തിനും, അതായത് പിതാവായ ദൈവം ആരുടെ പിതാവെന്ന് ചൊല്ലുക? ആണ്ടവരായ യേശു ക്രിസ്തുവിൻ്റെ പിതാവ്. അതായത് പിതാവായ ദൈവം, ത്രിയേക ദൈവത്തിൽ പിതാവാണ് ആ മുഖ്യസ്ഥാനം വഹിക്കുന്നത്. അതിൽ പിതാവാണ് പിതാവിൻ്റെ നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ പൗലോസ് പിതാവായ ദൈവത്തിന് നന്ദി കരയറ്റുക. കാരണം നമുക്ക് തിരിയും ആ പിതാവായ ദൈവം സ്നേഹവാനായ ദൈവമാണ്. അവൻ സ്നേഹവാന ദൈവമായതുകൊണ്ട് ഇങ്ങനെ ചൊല്ലുന്നത്, അവൻ്റെ സ്നേഹം മൂലമാണ് നമുക്ക് എന്നാ കിട്ടിയിരിക്കുന്നത്?
ദൈവത്തിലേക്കുള്ള പ്രവേശനം കിട്ടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആണ്ടവരുടെ പക്കത്തിലേക്ക് പോകാൻ മുടിയാൽ ആണ്ടവർ താൻ തകപ്പനായ ആണ്ടവർ താൻ തൻ്റെ ഏകജാതനായ പുത്രനെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി അണിപ്പിയാച്ച്. അത് അവൻ്റെ സ്നേഹത്തിൻ്റെ ബഹുത്വമാണ് നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് നമുക്ക് കാണുന്നത്. പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൽ ആരെ അണിപ്പിയാച്ച്? തൻ്റെ പുത്രനെ അനുപ്പിയാച്ച്. അതുകൊണ്ടാണ് എങ്കിൽ പൗലോസ് കൃപയും സമാധാനം പുത്രനിൽ കൂടെ നമുക്ക് ലഭിച്ചുവെങ്കിലും അതിന് മുഖ്യ കാരണമായിരുന്നാൻ പിതാവായ ദൈവം പുത്രനുമാണ്. എങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നന്ദി ചൊല്ലുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പ്രേയിങ് ഓൾവേസ് ഫോർ ഞങ്ങൾക്ക് എപ്പോഴുമേ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കുക. അതായത് പൗലോസിൻ്റെ ഒരു ഇത് നമുക്ക് പാക്കുമ്പോൾ ആ പൗലോസ് എന്നെ പണുവാം എല്ലാ സഭകൾക്ക് വേണ്ടിയും ജപം പണിക്കൊണ്ടേയിരുന്നു. നമ്മളും അപ്പിടുത്താൻ ചെയ്ത നമ്മുടെ സഭകൾക്ക് വേണ്ടി നമ്മൾ ജപം പണിയിടുമോ? അതിലെ വിശ്വാസികൾക്ക് വേണ്ടി ജപം പണിയിടുമോ? ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ പണിയാച്ച് നിങ്ങൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടിരിക്കുന്ന ആരുടെ നാമത്തിൽ? ആരുടെ നാമത്തിൽ? താപ്പനായ ആണ്ടവരോടും, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെയും ഞാൻ അവർക്കാണ് നന്ദി കൊടുക്കുന്നത്. കാരണം അവർ മൂലമാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പാപത്തിൻ്റെ മോചനം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പാപത്തിൽ നിന്നും വിടുതൽ കടച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നാ പറ്റിയിരിക്കുന്നത്? നമുക്ക് ആണ്ടവരായ നമ്മൾ പിതാവായ തകപ്പനായ ആണ്ടവരിൽ നിന്ന് നമ്മൾ വളരെ അകന്നു പോയത്. കാരണം ആദാമിൻ്റെ പാപം മുഖാന്തരം ആദാമിൻ്റെ അടുത്ത് തകപ്പനര് വരുമ്പോൾ അവൻ പാപം ചെയ്ത് അവൻ എന്നെ പറ്റിയാച്ച് ആ തകപ്പനായ ആണ്ടവരിൽ നിന്നും, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ നിന്നും നമ്മൾ മാറിപ്പോയാച്ച് എന്ന് നമ്മൾ വാസിക്കുന്നു. ഇങ്ങനെ നമ്മൾ വാസിക്കുന്നത് ഇങ്ങനെ നമ്മൾ എന്നെ പഠിക്കുന്നതെന്ന് ചൊല്ലിതാൽ ഇങ്ങനെ ചൊല്ലുതാണ്. അതുകൊണ്ട് ഞാൻ തകപ്പനായ ആണ്ടവർക്കും മകനായ ആണ്ടവരായ യേശുക്രിസ്തുവിനും ഞാൻ നന്ദി ചൊല്ലുക. അതുമാത്രമല്ല, നിങ്ങളെ ആണ്ടവർ എനിക്ക് നൽകി, അല്ലെങ്കിൽ ആണ്ടവർ മുഖാന്തരം ആണ്ടവരുടെ കൃപയും സമാധാനം മൂലം നിങ്ങൾ ആണ്ടവരുടെ പക്കത്തേക്ക് വന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്ദി കരയറ്റുക. അത് മറ്റുമല്ല, ഞാൻ ആണ്ടവരോട് നിങ്ങൾക്ക് വേണ്ടി ജപം പണിക്കൊണ്ടേ ഇരിക്കുക. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും അതുമാതിരി ആയിരിക്കണം. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. സഭകളിൽ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, നമുക്കെല്ലാം പൊടിയും. അതിൽ ആ സഭയിലുള്ള വിശ്വാസികൾ ബലപ്പെട്ട് വരുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആണ്ടവരുടെ ചിത്തം അനുസരിച്ച് ജീവിപ്പാൻ വേണ്ടി നമ്മളെ ജപം പണിൻ്റെ കാര്യമായിരിക്കും. നമുക്ക് ഞാൻ എൻ്റെ സമയം മുടിഞ്ഞാച്ച് ഞാൻ നിർത്തുകയാണ്. നമ്മൾ പഠിച്ചതെല്ലാം നമുക്ക് ഞാൻ നിങ്ങളോട് ചൊല്ലിയാച്ച്, നമ്മൾ ഈ കൊലോസ്യ ലേഖനം എപ്പടി എഴുതി എന്ന് ചൊല്ലിയാച്ച്, അതിനെപ്പറ്റിയെല്ലാം ചൊല്ലിയാച്ച്, ആണ്ടവർ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുമാറാട്ടെ, കൃപ നൽകുമാറാട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.